എല്ലാവരോടുമുള്ള കടപ്പാടും സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുന്നു. ഇന്നത്തെ കാലത്ത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശാന്തിയും സമാധാനവും സാഹോദര്യവും വളർത്തുവാനായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിച്ചു പോകുവാൻ കല്ലേരി അപ്പൂപ്പൻകാവ് ലോകമെമ്പാടും ഇനിയും ഒരുപാട് ജനങ്ങളിലേക്ക്, ഭക്തരിലേക്ക് നാമം എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവിടെ എത്തിയത് നമ്മുടെ മാളിപ്പുറം സിനിമയിലെ ദേവനന്ദ ആയിരുന്നു ഇവിടേക്ക് എത്തിയത്. ഈ തവണ എത്തിയ അഞ്ജലി നായരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നൽകുക. ബഹുമാനപ്പെട്ട കളക്ടർക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ കല്ലേലി അപ്പൂപ്പൻ്റെ കാടും ഈ കാവും ഒക്കെ കണ്ടപ്പം കുഞ്ഞുങ്ങളായിട്ട് എത്തിച്ചേരാൻ പറ്റുമോ, ഇവിടെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ അടുത്ത് മലയാളപ്പുഴ അമ്പലത്തിൽ വന്നപ്പം തിരിച്ച് വീട്ടിലേക്ക് പോയി എനിക്ക് തോന്നുന്നു 10-15 കിലോമീറ്റർ പോയതിന് ശേഷമാണ് ഹസ്ബൻഡ് പറഞ്ഞത്, നീ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ച കാവ് ഇവിടെ അടുത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നുണ്ട് എന്ന്. അപ്പം തന്നെ 1-2 പേരോട് അന്വേഷിച്ച് ഒരു പെട്രോൾ പമ്പിലോ മറ്റോ കയറിയപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി കൃത്യമായിട്ട് വഴി പറഞ്ഞു തരികയും അങ്ങനെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തതാണ്. വന്നു. രണ്ടാമത്തെ തവണ കുറച്ച് വഴിപാടുകൾ ചെയ്യാനും മറ്റും രണ്ടാമതും വന്നു. കഞ്ഞിയെല്ലാം കുടിച്ചു. പക്ഷെ അന്ന് വന്ന സമയത്ത് ഇതേപോലെ സലിനേട്ടൻ ഇങ്ങനൊരു പരിപാടിയുണ്ട് വരണം എന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം തോന്നി. എന്നെ അതിഥിയായിട്ട് പെട്ടെന്ന് തന്നെ കലിയപ്പൂപ്പൻ്റെ അനുഗ്രഹത്താൽ വിളിച്ചതും വരാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. എനിക്കും 2 പെൺകുട്ടികളാണ്. മൂത്താൾ ആവണി 8ാം ക്ലാസ്സിലോട്ടാണ്, ആൾ വന്നിട്ടില്ല. ഇളയാൾ ആത്വിക 2 വയസ്സ് കഴിഞ്ഞു. മോളും ഹസ്ബൻഡും എൻ്റെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം ഇവിടെ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷവും അനുഗ്രഹവും. പിന്നെ ഞാൻ സീരിയൽ അഭിനയിച്ചിട്ടില്ല, സിനിമ മാത്രമേ ഉള്ളൂ. എന്തായാലും അതൊന്ന് തിരുത്തണമെന്ന് തോന്നി. അപ്പോൾ സീരിയൽ എന്തായാലും ഭാവിയിൽ അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മേഖല തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാ ഭക്തജനങ്ങളുടെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിനോടൊപ്പം ഉണ്ടാവണം. നമുക്കറിയാം, ഫ്ലവേഴ്സിലും സൂര്യ ടിവിയിലും കൂടിയൊക്കെ തിളങ്ങി നിൽക്കുന്ന വ്യക്തമാണ്. ഇത് 2ാം തവണയാണ് അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ വന്നത്. ദേവനന്ദയോടൊപ്പം കഴിഞ്ഞ വർഷവും അഞ്ജന ഉണ്ടായിരുന്നു. ഈ വർഷവും കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അന്ന് സംസാരിക്കുവാനോ ഒന്നും സമയം കിട്ടാത്ത ഒരു തിരക്കുള്ള സമയത്തിലായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. തീർത്തും കല്ലേലി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ കടന്നു വന്ന അഞ്ജനയുടെ വാക്കുകൾ. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനും അമ്മമ്മയ്ക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ തവണ ദേവനന്ദയോടൊപ്പം ഇവിടെ ഭദ്രദൈവം തെളിക്കാൻ ഞാനും എത്തിയിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും എത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം, ഒത്തിരി ഭാഗ്യമായിട്ട് കരുതുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി സന്തോഷമുണ്ട് എന്നെ വീണ്ടും ഇവിടേക്ക് ക്ഷണിച്ചത്. ഞാൻ അപ്പൂപ്പന് വേണ്ടി ഒരു ഭക്തിഗാനം പാടാം.